പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ സന്നിധിയിൽ യഥേഷ്ടം കടന്നു വരുവാനുള്ള ഭാഗ്യപദവി ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളെ മക്കളാക്കി തീർത്തതിനായി സ്തോത്രം. അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളെ മരിച്ചവരായിരുന്നു ഞങ്ങളെ അങ്ങയുടെ വിശ്വാസം ഞങ്ങളുടെ ഉള്ളിൽ നൽകി തന്ന് ഞങ്ങൾക്ക് ജീവൻ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ ആയിരിക്കുന്ന ആ സമയങ്ങൾ ഏകാഗ്രതയോടെ ആയിരിക്കാനും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്തിൽ കാണുന്നത് പോലെ അങ്ങ് മഹാദൈവമാണല്ലോ, അങ്ങ് ജീവനുള്ള ദൈവമാണല്ലോ, അങ്ങേപ്പോലെ മറ്റൊരു ദൈവമില്ലല്ലോ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമാണല്ലോ. അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ നമസ്കരിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്ന കർത്താവേ, ഏകാഗ്രതയോടെ അങ്ങയുടെ സന്നിധിയിലിരുപ്പാൻ ഞാൻ കൃപ ചെയ്താട്ട് അങ്ങയുടെ പുത്രനെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണമേ. ഹൃദ്യമായ ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ കർത്താവേ, വചനം കേട്ട് ധൈര്യം പ്രാപിച്ചവരായി ബലം പ്രാപിച്ചവരായി ഞങ്ങളെ തന്നെ കണ്ടുണർന്ന് അങ്ങയോടുള്ള പരിജ്ഞാനം ഞങ്ങൾ വർദ്ധിച്ച് കർത്താവേ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞങ്ങൾ വർദ്ധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ ഏകാഗ്രതയോട് തിരുസന്നിധിയിൽ ഇരുത്തിക്കാട്ട് അങ്ങയുടെ നാമത്തെ ഞങ്ങളോട് മഹത്വപ്പെടുത്തണമേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഈ സഭാഹുള്ള സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ദാസന്മാരുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ട് കർത്താവേ, കടന്നു വരുന്ന കർത്താവേ, പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തണമേ. ഒരുമിച്ച് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാറ്റിലുപരിയായി അങ്ങ് മാത്രം ഞങ്ങളുടെ ഫോക്കസ് ആയിരിക്കാൻ, അങ്ങേ മാത്രം ശ്രദ്ധിപ്പാൻ, അങ്ങേ മാത്രം കർത്താവേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഇന്ന് രാവിലെയും സഹായിക്കണം. ഏകാഗ്രതയോട് തിരുസന്നിധിയിലിരിക്കണമേ, ഇരുത്തുമാറാകണമേ. അങ്ങയുടെ പുത്രനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുമാറാകണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ദൈവമക്കൾക്കും, ദൈവദാസന്മാർക്കും, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ പറയുന്നു. രാവിലെയും കർത്താവ് നമ്മെ സ്വസ്ഥതയോടെ ആരോഗ്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. അവൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്ന സമയങ്ങൾ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നൊരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയ ശേഷം പാട്ടുകൾ പാടി അവിടുത്തെ നാമത്തെ ഉയർത്താം. സ്തോത്രം. 97-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 97. സാം നമ്പർ 97. യഹോവ വാഴുന്നു, ഭൂമി ഘോഷിച്ച് ആനന്ദിക്കട്ടെ, ബഹുദ്വീപികളും സന്തോഷിക്കട്ടെ. തീ അവന് മുമ്പായി പോകുന്നു, ചുറ്റുമുള്ള അവൻ്റെ വൈരികളെ ദഹിപ്പിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. വിഗ്രഹങ്ങളെ സേവിക്കുകയും ബിംബങ്ങളിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. സകല ദേവന്മാരുമായുള്ളവരെ അവനെ നമസ്കരിക്കുവീൻ. യഹോവേ, നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ച് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് വാഴ്ത്താം. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിക്കുവീൻ, അവൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവീൻ. ആഹ്വാനം കേട്ടോ, അവസാനത്തെ വാക്യത്തിന്റെ ആഹ്വാനം കേട്ടോ. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിക്കുവീൻ, അവന്റെ വിശുദ്ധ നാമത്തിന് എന്തോ ചെയ്യണം? സ്തോത്രം ചെയ്യുവീൻ. അതിനുവേണ്ടിയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവം ആരാണെന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അവൻ മഹാദൈവമാണ്, അവൻ മഹാദൈവമാണ്, അവൻ ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവമാണ്, അവൻ സകല ദേവന്മാരെക്കാളിലും ഉന്നതനായ ഉയർന്നിരിക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ അത് തന്നെയാ പറയുന്നേ. അവൻ ആയിരങ്ങളിൽ സുന്ദരനാണ്, അവൻ വന്ദിതനാണ്, അവൻ സ്തുതിക്കുവാൻ യോഗ്യനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെയും അവനൊപ്പം പറയാൻ ആരുമില്ല. ഹല്ലേലൂയ. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമുക്ക് അവനെ വണങ്ങി നമസ്കരിക്കാം. നമുക്ക് ഒരുമിച്ച് ഉണർന്ന് അവനെ പുകഴ്ത്തിടാം. കാരണം ബലവും ബഹുമാനവും തിരുസന്നിധിയിൽ അർപ്പിച്ച് ഇന്ന് രാവിലെ അവന് പ്രസാദമുള്ള യാഗമായി
നമ്മെ തന്നെ സമർപ്പിച്ച് ആരാധിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വരുവിൻ, നമുക്ക് അവന് മുമ്പിൽ വണങ്ങി നമസ്കരിക്കാം. ഹല്ലേലൂയ. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനോരാരുമില്ല, അവനെ പോലാരാധനാരുമില്ല. അവനൊപ്പം പറയാനോരാരുമില്ല, അവനെ പോലാരാധനാരുമില്ല. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അറിയാതെ മോദമായി മോദമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അറിയാതെ മോദമായി മോദമായി. മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനക്ക് പൊതുവായി നിറുത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനക്ക് പൊതുവായി നിറുത്തി ദൈവം, അവനെ കൊണ്ടത്രേ നിരപ്പു തന്നു. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെ വിട്ടൊരു നാളും പോകുമോ പോകുമോ, അരുതാത്തതൊന്നുമേ ചെയ്യുമോ ചെയ്യുമോ. അവനെയോ തനിശം ഞാൻ പാടിടും. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ഹല്ലേലൂയ, ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ, വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. വരുവിൻ, വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുമ്പിൽ അർപ്പിച്ചു വീഴുവിൻ വീഴുവിൻ. ബലവും ബഹുമാനമാകവേ ആകവേ തിരുമുമ്പിൽ അർപ്പിച്ചു വീഴുവിൻ വീഴുവിൻ. തിരുനാമം എന്നേക്കും വാഴ്ത്തുവിൻ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. അവനൊപ്പം പറയാനോരാരുമില്ല, അവനെ പോലാരാധനാരുമില്ല. അവനൊപ്പം പറയാൻ, ഹല്ലേലൂയ, അവനെ പോലെ മറ്റൊരു ദൈവമില്ല. ഹല്ലേലൂയ. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി. അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും അലയാതെ മോദമായി മോദമായി. മരുവും മരുവിലും ശാന്തമായി. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ഹല്ലേലൂയ, we praise you, Lord. ആയിരങ്ങളിൽ സുന്ദരൻ വന്ദിതൻ, ആരിലും ഉന്നതൻ ക്രിസ്തുവാ. വരുവിൻ, വണങ്ങി നമസ്കരിപ്പിൻ, ഒരുമിച്ചുണർന്നു പുകഴ്ത്തിടുവിൻ. വരുവിൻ, ഹല്ലേലൂയ, വരുവിൻ, വണങ്ങി നമസ്കരിപ്പിൻ. നമുക്ക് ഒരുമിച്ച് അവന്റെ നാമത്തെ പുകഴ്ത്താം. പുകഴ്ത്തിടുവിൻ.
ഹല്ലേലൂയ. അങ്ങക്കൊപ്പം പറയുവാൻ മറ്റൊരാളില്ല. അങ്ങയുടെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയെ നമസ്കരിക്കുന്നു. ബഹുമാനവും ബലവും തേജസ്സും മഹിമയും എല്ലാം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. We praise you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. We praise you. We praise you. Hallelujah. 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 നാം സേവിക്കുന്ന ദൈവം ഉയർത്ത് ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ മരിച്ച ദൈവമല്ല, മരിച്ച മൂന്നാം നാൾ മരണത്തെയും പാതാളത്തെയും ശാപത്തെയും ജയിച്ച് ഹല്ലേലൂയ ജീവൻ നമുക്ക് പകരുവാൻ തന്റെ ജീവൻ നമുക്ക് വേണ്ടി പകർന്നു തന്ന് മൂന്നാം നാൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. രാവിലെയും ആ ജയത്തിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഈ പാട്ടുകൂടെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു.
hallelujah, hallelujah. We thank you, Lord. We worship you, Lord. Hallelujah, hallelujah, hallelujah. Sodram, 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 sodram. മഹത്വം പുകഴ്ചയും ആരാധനയും ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. സകല നാമത്തെക്കാളും മേലായി നാമമുള്ളവനെ, ജീവനുള്ള ദൈവമേ, മാറാത്ത ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. Hallelujah. We praise you, we praise you, we praise you, Lord. Hallelujah, hallelujah, hallelujah. Praise you, Lord, praise you, Lord. രാവിലെ ദൈവസന്നിധിയിൽ ജീവൻ പ്രാപിച്ചവരായി എന്റെ യേശു ജീവിക്കുന്നവരായി ഞാനും ജീവിക്കുന്നു എന്ന് പറയുക. കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. രാവിലെ അവന്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ട്, സ്തുതി ആരാധന അവന്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് തുടർന്ന് അവന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പാസ്റ്റർ ജോസ് ലൂക്കോസ് ഇപ്പോൾ ചുരുക്കം വാചകങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. യെസ് ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യെസ് ലോർഡ്. യെസ് ലോർഡ്. സ്തോത്രം. Yes, Lord. Yes, Lord. Yes, Lord. Hallelujah. Yes, Lord. Hallelujah. Hallelujah. Praise you, Lord. Sodram, 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 sodram. Yes, Lord. Yes, Lord. Sodram. Yes, Lord. Yes, Lord. Yes, Lord. Yes. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കാം. സ്തോത്രം. പ്രിയ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ വാക്യം പറയുന്നത്. conceive in your womb and bring forth a son, and shall call his name Jesus. Psalms 91 verse 1. He who dwells in the shelter of Most High will abide in the shadow of the Almighty. Hebrews 2 verses 18. For
in that he himself has suffered being tempted, who he is able to aid those who are tempted. Luke 1 verse 31. And behold, you will conceive in your womb and bring forth a son, and shall call his name Jesus. Keep me safe, O God, for I have come to you for refuge. Luke 1 verse 31. And behold, you will conceive and bring forth a son, and you shall call his name Jesus. Philippians 2, verse 8 and 9. And being found in appearance as a man, he humbled himself by becoming obedient to death, even death on a cross. Therefore God exalted him to the highest place and gave him the name that is above every name. Very truly I tell you, whoever hears my word and believes him who sent me has eternal life and will not be judged, but has crossed over from death to life. John 5 verse 24. Ephesians 2 verse 4 and 5. But God, being rich in mercy, with his great love with which he loved us, even when we were dead in our transgressions, he made us alive together again with Christ. By grace you have been saved. For the Lord is a refuge to the oppressed, a refuge to in times of trouble. Those who know your name shall put their trust in you. For you, Lord, have not forsaken those who seek you. Psalms 9, verse 9, 10. Philippians 2, verse 8 and 9. And being found in appearance as a man, he humbled himself by becoming obedient to death, even death on a cross. Therefore God exalted him in the highest place and gave him a name above every name. ആമേൻ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ പ്രിയ ഷായിച്ചാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വക്രതയുള്ള കോട്ടമുള്ള തലമുറയുടെ മധ്യത്തിൽ അനന്യരും പരമാർത്ഥ ഹൃദയമുള്ളവരായി, ദൈവത്തെ സേവിക്കുന്നവരായി, ദൈവനാമത്തെ ഉയർത്തുന്നവരായി, മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഹല്ലേലൂയ ദൈവസഭയ്ക്കും സർവോപരി ഈ സൊസൈറ്റിക്കും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി അവർ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചിരിക്കുന്ന ഈ ദൈവവചനം അത് ശക്തിയുള്ളതാണ്. അത് രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള വചനമാകിയാൽ ആ വചനം അവരെ രൂപാന്തരപ്പെടുത്തി കർത്താവിനോടുള്ള അനുരൂപതയിലേക്ക് ഓരോ ദിവസം ആക്കി തീർക്കേണ്ടതിന് നമുക്ക് പ്രത്യേകമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ഷായിച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Yes, Lord. സ്തോത്രം. Yes, Lord. Yes, Lord. സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ പ്രാർത്ഥന എടുത്തനായ കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവദാസന്മാർക്കും സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനത്തെ പറയുന്നു. നമുക്ക് ദൈവസന്നിധി പ്രകാരം ഒരിക്കൽ കൂടെ കടന്നു വരുവാനുള്ള പ്രാഗൽഭ്യവും അവസരവും ആരോഗ്യവും സമാധാനവും സ്വാതന്ത്ര്യവും കർത്താവ് നൽകിയത് ഓർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഒരുപാട് empty seats ഉണ്ട്. എൻ്റെ അറിവനുസരിച്ച് ഉള്ളവരെയൊക്കെ ഞാൻ മെൻഷൻ ചെയ്തു. ആരെങ്കിലും ശാരീരിക അസ്വസ്ഥതകളാൽ ഭാരപ്പെട്ട ഭവനത്തിലായിരിക്കുന്നുവെന്ന് അറിവില്ല. എങ്കിലും കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കർത്താവ് സഹായിക്കണമെന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നാം അല്പസമയം ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം. ഈ ഭാഗം വളരെ നാം അറിഞ്ഞിരിക്കേണ്ട അതിപ്രധാനമായ അനേക വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം. പ്രത്യേകിച്ച് യോഹന്നാൻ കർത്താവിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ വളരെ അതിപ്രധാനമായ ഒരു
ചാപ്റ്ററാണ് 6-ാം അധ്യായം. ഇതെങ്ങനെ പറഞ്ഞു തരണമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച മുഴുവനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കർത്താവ് തന്നെ തന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ അഭിപ്രായം അതിനകത്ത് ചേർക്കാൻ പറ്റില്ല. കർത്താവ് എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ പറയേ രക്ഷയുള്ളൂ. നമുക്ക് വേഗത്തിൽ ഈ ചിന്ത ആരംഭിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. അതത്രയും വായിക്കണ്ട, വായിക്കുമ്പോഴേ നമ്മുടെ സമയം കഴിയും. അതിൽ നിന്നും എന്നോടും നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാനുള്ള ചോദ്യം, അനേക ടൈറ്റിലുകൾ അതിനകത്ത് ഇടാം, കാരണം അനേക വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ ആണോ തിരയുന്നത് എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ചോദിച്ച ചോദ്യം. ആർ വി സീക്കിംഗ് ക്രൈസ്റ്റ്? നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ആ ചോദ്യം അവിടെ പ്രസക്തമെന്ന്. കാരണം കർത്താവ് തന്നെ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ അല്ല തിരയുന്നതെന്നാണ് ഈ പറയുന്നത്, കർത്താവ് തന്നെ പറയും. പക്ഷേ അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അവർ കർത്താവിനെ തിരയുന്നു. നാം ക്രിസ്തുവിനെ തന്നെ ആകുന്നുവോ അന്വേഷിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം മർക്കോസ് സുവിശേഷം സംസാരിച്ചപ്പോഴും ആ അധ്യായത്തിൻ്റെ തുടക്കമുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഒരു 4000 പേരുടെ ഒരു അത്ഭുതം നടന്ന ശേഷമാണ് യേശു കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നതും പത്രോസിനെ ശാസിക്കുന്നതും ഒക്കെ. നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ഈ 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, അതായത് 22 മുതൽ 59 വരെയുള്ള വാക്യങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. എന്തുകൊണ്ടാണ് അതൊരു സൈക്കിൾ പോലെ കർത്താവ് പറഞ്ഞു വരുന്നത്. യാദൃശ്ചികമല്ല, ഇതെല്ലാം ഗോഡ് ഓർഡൈൻഡ് ആണ്. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ എല്ലാം ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ സുവിശേഷകനായ അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ യേശു കാണിച്ച 4-ാമത്തെ അടയാളമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7 അടയാളങ്ങളാണ് ഉള്ളത്. അത് അടയാളങ്ങളെന്നാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവർ അത്ഭുതങ്ങളെന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നത് സയൻസ് എന്നാണ്, അടയാളങ്ങൾ. അതിൽ 4-ാമത്തെ അടയാളമാണ് ഇവിടെ ഈ കാണുന്നത്. അതേത് അടയാളമാണ്? 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ 5000 മാത്രമല്ല, 5000 പുരുഷന്മാരെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു 10,000-20,000 ഒട്ടും കുറയാതെ ഉള്ള ഒരു പുരുഷാരം അവിടെ ഉണ്ട്. പുരുഷന്മാർ മാത്രമല്ലല്ലോ അവിടെ ആയിരിക്കുന്നത്, കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളത് അവിടെ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ 20,000 പേരുള്ള ഒരു വലിയ ഒരു കൂട്ടത്തെ 5 അപ്പവും 2 മീനും കൊണ്ട് കർത്താവ് എന്ത് ചെയ്യാണ്? പോഷിപ്പിക്കുകയാണ്. ഈ സുവിശേഷത്തിൽ അടയാളമായി കാണുന്ന 7 അടയാളങ്ങളുണ്ട്. അത് പഠിക്കാൻ താല്പര്യമുള്ളത് വചനത്തിൽ നോക്കിയാൽ മതി. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. അതിൽ 4-ാമത്തെ അടയാളമാണ് ഈ 5000 പേരെ പോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ 20,000 പേരെ പോഷിപ്പിക്കുന്ന ഈ അടയാളം. എന്താണ് അടയാളം? യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ താൻ ചെയ്ത അത്ഭുതങ്ങൾ ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി അല്ല ചെയ്തത്. എനിക്ക് അത്ഭുതം ചെയ്യാൻ അറിയാം, എനിക്ക് കാനാവിൽ ചെന്നപ്പോഴത്തേനും നമുക്ക് എന്നാൽ വെള്ളം വീഞ്ഞാക്കിയൊക്കെ ഇവിടെ ഒരു വെറൈറ്റി. അടുത്തത് ചെന്നപ്പോൾ നമ്മൾ വെള്ളം വേണ്ട, നമുക്കൊരു അരിയ അപ്പം നമുക്ക് ഇരട്ടിപ്പിച്ചേക്കാം. അങ്ങനെ അല്ല ചെയ്തു. ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ആത്മിക അർത്ഥമുണ്ട്. അത്ഭുതം ചെയ്യാൻ വേണ്ടി അല്ല യേശു അത്ഭുതം ചെയ്തു. ഇതിനെല്ലാം പിന്നിൽ ഒരു ഡീപ്പർ സ്പിരിച്വൽ മീനിങ് ഉണ്ട്. ഈ 5 അപ്പവും 2 മീനും കൊണ്ട് യേശു കർത്താവ് ചെയ്ത ഈ അത്ഭുതത്തെ വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ക്രിയേറ്റീവ് മിറക്കിൾ എന്ന്. അതെന്താ ക്രിയേറ്റീവ് മിറക്കിൾ? ഇല്ലാത്തതിൽ നിന്ന് ഉളവാക്കിക്കൊണ്ടിരിക്കുക. 5 അപ്പം ഉള്ളായിരുന്നു, പക്ഷേ ഇപ്പോൾ എത്ര പേര് കഴിച്ചു? 20,000 പേര് ഇങ്ങനെ 5 അപ്പം കഴിക്കുന്നു. നോക്കാൻ പോലും പറ്റത്തില്ല, നോക്കിയാൽ തന്നെ അത് ഇല്ലാണ്ടായിപ്പോൾ. അപ്പം he created something out of nothing. 2 ക്രിയേറ്റീവ് മിറക്കിൾ യോഹന്നാൻ പറയുന്നുണ്ട്. ഒന്ന് ഏതാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥന കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു സമ്മാനം തരാം.
അല്ലേ? കുരുടന് ഓൾറെഡി കണ്ണുണ്ടായിരുന്നല്ലോ, കാഴ്ച കൊടുത്ത്, കളിയാക്കി പറഞ്ഞല്ല, കുരുടന് ഓൾറെഡി കണ്ണുണ്ടായിരുന്നല്ലേ, അതിന് കാഴ്ച കൊടുക്കാൻ. ഇല്ല, ലാസർ ഓൾറെഡി ജീവിച്ചു വരുന്ന, മരിച്ചുപോയി. വൈന്, അവിടെ വെള്ളമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് വൈനായി മാറിയില്ലേ? അതാണ് ക്രിയേറ്റീവ് മിറക്കിൾ എന്ന് പറയും. പക്ഷേ ഈ രണ്ട് ക്രിയേറ്റീവ് മിറക്കിളിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ തൻ്റെ മരണത്തോടുള്ള ബന്ധത്തിലുള്ള അർത്ഥം അതിനകത്ത് പിടികിട്ടും. അതിൻ്റെ മെസ്സേജ് പിടികിട്ടും, അർത്ഥമല്ല മെസ്സേജ് പിടികിട്ടും. തൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ശുശ്രൂഷയാണ് എന്ത്? വൈനല്ല, ലോർഡ്സ് ടേബിൾ അല്ലേ? അതിനകത്തെ രണ്ട് എലമെൻസ് ആണ് അപ്പവും വീഞ്ഞും. അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണോ അപ്പം ഉണ്ടാക്കി? വീഞ്ഞുണ്ടാക്കാൻ വേണ്ടിയാണോ വീഞ്ഞുണ്ടാക്കിയത്? അത് നമ്മൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അവർക്ക് മിസ് ചെയ്തു, അവർക്ക് മനസ്സിലായില്ല. ഇന്ന് പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ഇല്ലായ്മയിൽ എന്ന് പറഞ്ഞ് വിറപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. നോ, ഇല്ലായ്മയിൽ ദൈവം നമുക്ക് തരും, അത് വേറെ കാര്യം, പക്ഷെ അതല്ല അതിൻ്റെ ഉദ്ദേശം. ഞാൻ പറയാം, ഞാൻ എൻ്റെ വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ കളിയാക്കുകയാണെന്ന് തോന്നും. യോഹന്നാൻ സുവിശേഷം എഴുതിയതിൻ്റെ ഉദ്ദേശം യോഹന്നാൻ പറയട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഈ അത്ഭുതമെല്ലാം എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ വ്യാഖ്യാനം വേണ്ട. യോഹന്നാൻ്റെ 20-ാം അധ്യായത്തിലേക്ക് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. 20-ാം അധ്യായത്തിൽ 30-31 വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ പറയാണ് എന്തിനാണ് യേശു അത്ഭുതം ചെയ്തത്, എന്തിനാണ് അത് സുവിശേഷത്തിൽ എഴുതി വെച്ചേക്കുന്നത്. മറ്റനേക അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്, അത് മറ്റു സുവിശേഷങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. ചില സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ അത്ഭുതം ഉള്ളതെന്ന് തോന്നും, അത്രയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് 7 അടയാളം മാത്രമാണ്. ഇത് കൂടാതെ മറ്റടയാളങ്ങൾ യേശു ചെയ്തിട്ടുണ്ടെന്ന് യോഹന്നാൻ പറയുക, കാരണം കൂടെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഇവിടെ പറയുന്നത്, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്താനാണ് ഇത് എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത്ഭുതങ്ങളുടെ പിന്നിലെ അടയാളം കിട്ടിയോ? ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടിയല്ല യേശു അത്ഭുതം ചെയ്തത്, ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് യേശുവാണ്, ക്രിസ്തു. ഹല്ലേലൂയ. മാത്രമല്ല ജീവൻ നൽകുന്ന അപ്പമാണ് താൻ എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അപ്പം. ആ കോൺവെർസേഷനൊക്കെ എന്ത് മനോഹരമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നെന്നറിയാം. അനേകർക്ക് വേണ്ടി തകർക്കപ്പെടുന്ന നുറുക്കപ്പെടുന്ന തൻ്റെ ശരീരം, അനേകർക്ക് വേണ്ടി ചൊരിയുന്ന തൻ്റെ രക്തം. യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ പിന്നിലെ അടയാളങ്ങൾ ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന അടയാളങ്ങളായിരുന്നു. All the miracles that Jesus performed was signs pointing towards himself and proclaiming that he is the Messiah. He is the Savior. He is God himself. ദൈവം തന്നെയാണ്. മാത്രമല്ല താൻ പൂർത്തീകരിക്കുവാൻ പോകുന്ന മനുഷ്യൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുടെ വിവിധ അനുഗ്രഹങ്ങളെ പറ്റിയും ഈ അടയാളങ്ങളിലൂടെ കർത്താവ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ അടയാളങ്ങൾ ആരെ കാണിച്ചോ അവർക്കത് they didn't get it. 6:2 നമുക്കവിടെ അത് കാണാം. 6:2 ഒന്ന് വായിച്ചാട്ടെ. 6:2 ഞാനിപ്പോൾ പറഞ്ഞു ക്രൗഡിന് അത് മനസ്സിലായില്ലെന്ന്. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തോ അടയാളങ്ങളെ കണ്ടിട്ടാണ് പിന്തുടരുന്നതെന്ന്. എന്നാൽ താഴോട്ടുള്ള ഭാഗങ്ങളോട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇവർ അടയാളങ്ങളെ കണ്ടിട്ട് പിന്തുടരുന്നുവെന്ന് യോഹന്നാൻ എഴുതിയതിൻ്റെ അർത്ഥം എന്താണ്. അതായത് they were curious to know more about Jesus. മാത്രമല്ല യേശു ആയിരുന്നിടത്ത് പുരുഷാരം ഉള്ളിടത്തൊക്കെ ഫിസിക്കലായിട്ടുള്ള നീഡും യേശു മീറ്റ് ചെയ്തിട്ടുണ്ട്. ഹീലിംഗ് വേണ്ടിയവർക്ക് ഹീലിംഗ് കൊടുത്തിട്ടില്ലേ? ഭക്ഷണം ഇല്ലാത്തടത്ത് ഇപ്പം നേരത്തെ 4000-ൻ്റെ അത്ഭുതം അല്ലെങ്കിൽ ഇതുപോലുള്ള അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആളുകൾ കൂടും. അതിപ്പോൾ യേശു ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല, വേറെ ആരെല്ലാം അവിടെ ചെയ്താലും അവരുടെ മുന്നാലെ കൂടും. ജനം സീക്കേഴ്സ് ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സീക്ക് ചെയ്തുകൊണ്ടാകുന്നില്ല, അന്വേഷിക്കുന്നതുകൊണ്ടാകുന്നില്ല,
ദൈവം ആഗ്രഹിക്കുന്നത് അന്വേഷിപ്പാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചത് ടൈറ്റിൽ, ആർ വി റിയലി സീക്കിംഗ് ജീസസ്? നമ്മൾ ക്രിസ്തുവിനെ തന്നെയാണോ അന്വേഷിക്കുന്നത്? അവര് കർത്താവിനെ അന്വേഷിക്കുന്നു എന്ന് നമുക്ക് 2-ാം വാക്യത്തിൽ കണ്ടാലും അവരുടെ ശാരീരികമായിട്ടുള്ളതും ഈ ലോകത്തിനു വേണ്ടിയുള്ളതുമാണ് അവർ അന്വേഷിക്കുന്നത്. അതിവിടെ മാത്രമല്ല, പലയിടങ്ങളിൽ കർത്താവ് തന്നെ അത് കർത്താവിൻ്റെ വചനത്തിൽ നമുക്കത് കാണാൻ കഴിയും. മത്തായി സുവിശേഷം 13:14 എന്ന് വായിച്ചാട്ടെ. മത്തായി 13:14. കേൾക്കുന്നുണ്ട്, ഗ്രഹിക്കുന്നില്ല. കാണുന്നുണ്ട്, പക്ഷെ അത് കണ്ടോ, ദർശിക്കുന്നില്ല. ഇത് രണ്ടും വ്യത്യാസമാണ്. കാണുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. Jesus is performing miracles and those are signs pointing towards him. They see it but they don't get it. അവർക്കത് മനസ്സിലാകുന്നില്ല. മർക്കോസ് 6:34 ഇങ്ങനെയാ പറയുന്നേ. മർക്കോസ് 6:34 6:34 മർക്കോസ്. അവൻ പടയിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇവർക്ക് മനസ്സ് കടുത്തിരിക്കുന്നുവെന്നും ഇവർ അവിശ്വസിക്കുന്നുവെന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ലെന്നും അറിഞ്ഞിട്ടും യേശു ഈ പുരുഷാരത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അങ്ങനെയല്ലേ അച്ഛാ വായിച്ചേ? ഒന്നുകൂടെ വായിച്ചേ. ഇടയനില്ലാത്ത ആടുകൾ, അവരിൽ മനസ്സലിഞ്ഞ യേശു അവരെ പല ഉപദേശിച്ചു തുടങ്ങി. അവർക്ക് ആവശ്യമായ ഫീഡ് കൊടുത്തു, ആവശ്യമായ അത്ഭുതങ്ങളൊക്കെ ചെയ്തു. ബട്ട് ഹിസ് ഇന്റൻഷൻ വാസ് ടു റിവീൽ ഹിംസെൽഫ് ടു ദിസ് ക്രൗഡ്, എസ്പെഷ്യലി ടു ദി ജൂസ്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. 14-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നത് അവൻ ചെയ്ത അടയാളം. യോഹന്നാൻ 6:14 ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് മനസ്സിലായല്ലോ. ഇതൊരു വാഗ്ദത്ത നിവൃത്തിയാണ്. ഞാൻ പറഞ്ഞ മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ പല കാര്യങ്ങളും എഴുതിയിട്ട് അവിടെ പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞ കാര്യം നിവർത്തിക്കാൻ വേണ്ടി ഇങ്ങനെ സംഭവിച്ചെന്ന് മത്തായിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ആവർത്തന പുസ്തകത്തിൽ മോശയോട് പറഞ്ഞ ഒരു വാഗ്ദത്തമാണ് ഈ പ്രവാചകൻ വരുന്നു എന്നുള്ളത്. അത് നമുക്കൊന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 18:15. ആവർത്തന പുസ്തകം 18:15. എന്നെ പോലെ ഒരു പ്രവാചകൻ. വായിച്ചു. ഈ പ്രവാചകനാണ് ഈ പ്രവാചകൻ. അതൊരു വാഗ്ദത്തമായിരുന്നു. അവർ പറയാണ് നേണ്ടൊരു പ്രവാചകൻ. ഇതെപ്പോഴാണെന്ന് അറിയാമോ ഇത് പറഞ്ഞത്? ഈ അത്ഭുതം ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പൊ അവരൊരു പ്രവാചകനെ അന്വേഷിക്കുന്നുണ്ട്, ഒരു വാഗ്ദത്തമുണ്ടെന്ന് അറിയാം, മശിക ഉണ്ടെന്ന് അറിയാം. ബട്ട് ദേ സ്റ്റിൽ സീക്ക് ദാറ്റ് വിച്ച് ഈസ് എർത്ത്ലി. ഈ ഭൂമിയിലുള്ളതാണ് അവർ അന്വേഷിക്കുന്നത്. അവർക്ക് മശിക അവർക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് അവർ നോക്കുന്നത്. മശിക പറഞ്ഞ മാനസാന്തരം അവർക്ക് വേണ്ട. മത്തായി 4:17 നമുക്ക് കാണുവാൻ കഴിയുന്നത്, മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17 അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചാൽ മാനസാന്തരപ്പെടുന്നു. അപ്പോൾ യേശുവിൻ്റെ സന്ദേശം എന്തുവായിരുന്നു? റിപ്പൻഡൻസ്. യേശുവിൻ്റെ സന്ദേശം റിപ്പൻഡൻസ് ആണ്. പക്ഷെ അതവർക്ക് വേണ്ട. They wanted a Messiah and they waited for a Messiah who will deliver them out of their earthly poverty. അവരുടെ ശാരീരികമായിട്ടുള്ള ഭൗമികമായിട്ടുള്ള പട്ടിണിയിൽ നിന്നും ആവശ്യങ്ങളിൽ നിന്നുമൊക്കെ അവരെ വിടുവിക്കുന്ന ഒരു മശിക. മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ വാറിയർ അവർ പ്രതീക്ഷിച്ചതാ. ഇത് ആരോട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവരെ യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പോൾ റോമൻ ഒപ്രഷനിൽ നിന്ന് അവരെ വിടുവിക്കുന്ന ഒരു വാറിയറായിരിക്കും മശിഹ. ഞങ്ങളെ സ്വതന്ത്രരാക്കുന്ന ഒരു മശിഹ. They wanted a Messiah who doesn't demand anything from them. അവരിൽ നിന്നും പ്രതീക്ഷിക്കരുത്, എന്നാൽ അവർക്ക് മശിഹയിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കാം. കാരണം ഞാൻ പറയുന്നത് വെറുതെ അല്ല, താഴോട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഓരോ ലൈനും അർത്ഥവത്താണ്. യേശു കർത്താവ് തന്നെക്കുറിച്ച് തന്നെ കൂടുതൽ കാര്യം പറയുമ്പോൾ അന്ന് മുതൽ പലരും അവനെ വിട്ടുപോയി. മശിഹ അന്വേഷിച്ചല്ല നടക്കുന്നേ. മെസ്സേജിന്റെ ആ കോർ പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേന് പലരും വിട്ടുപോയി. 6:15 കണ്ടോ? പ്രവാചകൻ എന്ന് പറഞ്ഞ് ഇപ്പൊ ആരാക്കുക? രാജാവാക്കാൻ പോവാ. ഈ യോഹന്നാൻ ഇതിങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ മത്തായും മർക്കോസും ഇത് എഴുതിയിട്ടില്ല രാജാവാക്കാൻ പോകുന്നു. യോഹന്നാൻ യേശുവിനെ പ്രസന്റ് ചെയ്യുന്ന ആരായിട്ടാ? ഇറ്റേണൽ സൺ ഓഫ് ഗാഡ്, ദൈവത്വമാണ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളാണ് യോഹന്നാൻ പ്രസന്റ് ചെയ്യുന്നത്. ഇതാരും പറഞ്ഞില്ല രാജാവാക്കാൻ പോകുന്നത്, കാരണം മത്തായി മർക്കോസ് എഴുതിയിട്ടില്ല. യോഹന്നാൻ അങ്ങനെ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നതോടെ ഹി ഈസ് പ്രൂവിങ് ദാറ്റ് ഹി ഈസ് ഗാഡ്. കാരണം അന്തരേന്ദ്രങ്ങളെ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന അത് മനുഷ്യന് കഴിയത്തില്ല. ദൈവമാണ് ക്രിസ്തു. രാജാവാക്കാൻ പോകുന്നു എന്ന് മനസ്സിലായി. ഒരു 5 മിനിറ്റിന് നിന്നു കൊടുത്താൽ മതി, വേറെ ഒന്നും പറയണ്ട, പിടിച്ച് രാജാവാക്കും. കർത്താവ് എന്ത് ചെയ്തു? സ്ഥലം കാലിയാക്കി. ഇങ്ങനെ സ്ഥലം കാലിയാക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അവിടെ കാണാം. എന്താ പറയുക? പിതാവുമായിട്ടുള്ള ഫെലോഷിപ്പിന് പോവാ. കാരണം രാജാവാകിയല്ല ഇപ്പോഴത്തെ ലക്ഷ്യം. ഒന്ന് നിന്നു കൊടുത്താൽ മതി, രാജാവാക്കും. ഇറ്റ്സ് അനദർ ടെംപ്റ്റേഷൻ, റൈറ്റ്? മനുഷ്യന്റെ ആ ഒരു ബഹുമാനം കിട്ടുന്നത് ഒരു ടെംപ്റ്റേഷനാ. ബട്ട് ജീസസ് എന്ത് ചെയ്തു? താന് വാങ്ങിപ്പോയി, തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. പിതാവുമായിട്ടുള്ള, അതായത് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ തലേരാത്രിയിൽ മുഴുവനും പിതാവുമായിട്ടുള്ള ആ കൂട്ടായ്മയിലായിരുന്നു താൻ രാത്രി കഴിച്ചത്. യേശു താൻ മനസ്സിലാക്കി ക്രൗഡിൻ്റെ ഇൻറ്റൻഷൻ എന്താ. എഴുത്തുകാരനോട് പ്രൂവ് ചെയ്യുന്നത് മനുഷ്യൻ്റെ അന്തരേന്ദ്രങ്ങളെ ശോധന ചെയ്ത ദൂരത്ത് നിന്ന് സകലവും ഗ്രഹിക്കുന്ന യേശു. അവൻ ദൈവം തന്നെയാ, അവൻ വെറും മനുഷ്യനല്ല. The crowd is now trying to make Jesus their king. അപ്പോൾ ശിഷ്യന്മാർക്ക് കർത്താവ് അടുത്തൊരു അടയാളം കാണിക്കുക, 5ാമത്തെ അടയാളം. അതെന്താണ്? അതെ, പടക് കയറി ഇവരെ അക്കരെ വിട്ടു, കടൽ കോപിച്ചു. 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ചു. Again, John is presenting Jesus in such a way that he can prove Jesus is over the laws of nature. പ്രകൃതിയുടെ നിയമങ്ങൾക്കും അതീതനായി മനുഷ്യനല്ലത്. He is God himself. തൻ്റെ എഴുത്തിൻ്റെ ആ ലക്ഷ്യം 20-ാം അധ്യായത്തിന് താഴേക്ക് വന്നപ്പോൾ പറഞ്ഞു, യേശു ക്രിസ്തു ആണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഈ അത്ഭുതങ്ങൾ എഴുതി വച്ചിരിക്കുന്നു അതിനു വേണ്ടി തന്നെയാണ്. John is again trying to prove that he is not simply 100% man, he is truly a God. Prove it. It was another sign. 5ാമത്തെ അടയാളമായിരുന്നു. വാക്യം 22. പിറ്റന്നാൾ ഒരു മിനിറ്റ്, അത് വായിച്ച് ശരിയാ. പക്ഷെ അവിടെ ആദ്യം പിറ്റേന്നാൾ കടൽക്കര നിന്ന പുരുഷാരം. തലേന്നും അവിടെ ഉണ്ടായിരുന്നു, അപ്പം നിന്നിട്ട് ഒരു ദിവസം മൊത്തം അവിടെ നിൽക്കുക. അതിന് 23ാമത്തെ വാക്കിയോട് ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. ഇതിപ്പോൾ നോക്കുക, നമ്മൾ എന്താ ഉണർവാടാകുക എന്ന് പറയും. ബാംഗ്ലൂരിലെ ഉണർവ് പോലെയാണെന്ന് പറയും. ഇതല്ല പ്രിയമുള്ളൊരു ഉണർവ്. അത് കർത്താവിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. ഇത് എന്തിനാണ് ഇവർ നിൽക്കുന്നത്? എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്?
ഇത് ഈ പ്രസ്താവന 22 മുതലുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് വായിക്കണം. നിങ്ങൾ വായിക്കണം. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും, ആരുടെ പ്രേരണ കൂടാതെ. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനവധ്യനത്തുണ്ട്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന ഒരു പ്രഭാഷണമാണ് കർത്താവ് ചെയ്യുന്നത്. ഞാനാകുന്നു ജീവന്റെ അപ്പം. യേശു കർത്താവ് ഐ ആം എന്ന് പറഞ്ഞ 7 പ്രസ്താവനകളുണ്ട്. 7 പ്രസ്താവന. അതിൽ 7 എണ്ണവും നമുക്ക് കാണുന്നത് യോഹന്നാൻ സുവിശേഷത്തിലാണ്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ പലപ്പോഴായി സ്ക്രീനിൽ നിങ്ങൾക്കറിയാം. 8:12, 10:7, 9 ഞാൻ എല്ലാം വായിപ്പിക്കാൻ നമ്മൾ സമയം എടുക്കുന്നില്ല. ഓരോടി 10 മണിയായി. 10:11, 14, 11:25, 14:6, 15:1, 5 ഇവിടെ എല്ലാം പറഞ്ഞേക്കുന്നത് ഈ ഐ ആം സേയിങ്സ് ആണ്. ഞാനാകും. യേശു കർത്താവ് 6:35 പറയുന്നുണ്ട് ഞാൻ ജീവന്റെ അപ്പമാകും. പിന്നെയും അവിടെ യോഹന്നാൻ ശ്രമിക്കുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ ജീവൻ കൊടുക്കുന്ന അപ്പമാണ് യേശു. ഈസ് പ്രൂവിങ് ഹിസ് ഡിവിനിറ്റി അഗെയിൻ. അടയാളങ്ങളിലൂടെ യേശുവിൻ്റെ ദൈവത്വം യോഹന്നാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിലും ഈ 22 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ യേശു ആരാണെന്നുള്ളത് ആഴമേറിയ സത്യങ്ങൾ താൻ വെളിപ്പെടുത്തുകയാണ്. That Jesus is not merely a miracle worker. 5000 പോഷിപ്പിക്കുന്ന, 4000 പോഷിപ്പിക്കുന്ന, കുരുടന് കാഴ്ച കൊടുക്കുന്ന, മരിച്ചവനെ ഉയർപ്പിക്കുന്ന, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഒരു മിറക്കിൾ വർക്കർ മാത്രമല്ല യേശു. പിന്നെ he is the Son of God who came into this world to save the mankind from their sins. 3:16 ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. 22-23 വാക്യങ്ങളിൽ അത്ഭുതം ചെയ്ത, അടയാളം ചെയ്ത അതേ കടൽക്കരയിൽ പുരുഷാരം നിൽക്കുക. But why are they there? എന്തുകൊണ്ട് അവരവിടെ നിൽക്കുന്നേ? Out of their curiosity, they are searching Jesus. ഇത് കൊള്ളാമല്ലോ പരിപാടി. 5 അപ്പം മാത്രം. അവർക്കറിയാം അപ്പം എവിടാ. താഴോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് ഈ അപ്പത്തിൻ്റെ കാര്യം അവർക്ക് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. മരുഭൂമി അപ്പം കിട്ടിയ പുള്ളികളാണ് ഇവരുടെ പിതാക്കന്മാരെ. ഈ പാരമ്പര്യമൊക്കെ വെച്ചോണ്ട് അവിടെ നിൽക്കുന്നേ. അപ്പം എന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാവും അവർക്ക്. Not because they acknowledge him as Messiah. മശിഹയാണെന്ന് യേശുവിനെ അംഗീകരിച്ചുകൊണ്ടല്ല, അംഗീകരിച്ചിട്ടുമില്ല, ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലല്ലോ. Not because they want to hear from him. അവനിൽ നിന്ന് കേൾക്കുവാനുമല്ല. അത് യേശു തന്നെ പറയുന്നുണ്ട്. അവർക്കൊരു എർത്തലി ഡെലിവറൻസ് ആവശ്യമാണ്. പ്രിയമുള്ളവർ, അതിനല്ല യേശു വന്നത്. അതിനല്ല യേശു വന്നത്. അതിനല്ല യേശു തന്റെ ജീവനെ കൊടുത്തത്. അത് നിവർത്തിക്കാൻ പിതാവിന് പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ഒന്ന് കൽപ്പിച്ചാൽ മതി. താൻ അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്, തന്നെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എൻ്റെ ഒരു വാൽക്കഷ്ണം എന്ന് പറയത്തില്ലേ എഴുത്തിൻ്റെ അടിയിൽ, നമ്മുടെ ആവശ്യങ്ങളും ദൈവസേനയെ അർപ്പിക്കരുതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രയോറിറ്റിയും അതല്ല യേശു പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക. ആ നിലയിൽ യേശുവിനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ യേശുവിനെ തീരെ കൊച്ചാക്കുക. ഇതിൻ്റെയൊക്കെ 1000 മടങ്ങും മൂല്യമുള്ളതാണ് നിത്യജീവൻ. അതാണ് യേശു പ്രസന്റ് ചെയ്യുന്നത്. This crowd, they are following Christ for their earthly needs, not because they acknowledge him as Messiah, മശിഹയാണെന്ന് അംഗീകരിച്ചത് കൊണ്ടല്ല, അവൻ്റെ വാക്കുകൾ കേൾക്കേണ്ടതിനുമല്ല. They don't want to hear what he is saying. ഒന്നാമത് അവർക്കത് മനസ്സിലാകുന്നില്ല. മർക്കോസ് സുവിശേഷത്തിൽ അവരുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? കഠിനമാക്കി. പിന്നെ
എന്തിനാ അവിടെ വന്നിരിക്കുന്നേ? ഹല്ലേലൂയ. വാക്യം 25, 6:25. കടൽക്കരെ അവനെ കണ്ടെത്തി. ഓ, കടലിൻ്റെ അക്കരെ കണ്ടെത്തി. അല്ല, കടൽക്കരയെന്നാ, ഇത് വേറെ വെർഷൻ. അവനെ കണ്ടെത്തി. ഓക്കെ, കടൽക്കര വിടാം. അവനെ കണ്ടെത്തി. അപ്പൊ എന്ത് ചെയ്യാണ്? ദേ ആർ സീക്കിംഗ് ക്രൈസ്റ്റ്. ഇസ്ന്റ് ഇറ്റ് എ ഗുഡ് തിങ്? നല്ല കാര്യമല്ലേ? കണ്ടെത്തിയപ്പോ, റബി നീ എവിടെയായിരുന്നു? എപ്പോ ഇവിടെ വന്നു? ഇത് കരഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അതിന് യേശു, ഞാൻ ഉള്ള കാര്യം പറയാം, നിങ്ങൾ എന്തെങ്കിലും എന്നെ വന്നല്ലോ, അതാണ് പറഞ്ഞേ. നോ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല. അപ്പൊ രണ്ടാം വാക്യത്തെ അടയാളം കണ്ടതുകൊണ്ടാണെന്ന് പറയുന്നു. അടയാളം കണ്ടു, പക്ഷെ അതിൻ്റെ മെസ്സേജ് കിട്ടിയില്ല, ഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ, നിങ്ങൾ അടയാളം ഞാൻ കാണിച്ചപ്പോൾ അത് മനസ്സിലാക്കി ഞാൻ മശിയാണെന്ന് പറഞ്ഞ് വരികയൊന്നും അല്ല, നിങ്ങൾ അപ്പം തിന്നാൻ വരിക. നാണമുണ്ടോ അവർക്ക് ഈ അപ്പം തിന്നാൻ വരുന്നേ? ഇല്ല, അതിനകത്ത് നാണിക്കേണ്ട കാര്യമില്ല, കുഴപ്പമില്ല, സർവശക്തൻ്റെ മുമ്പിലല്ല നിൽക്കുന്നത്, അതിനെന്ത് നാണിക്കണ്ടേ? പക്ഷെ അതല്ല കർത്താവ് വന്ന പ്രിയമുള്ളവർ. നമ്മുടെ ആവശ്യം ദൈവത്തോടെ വല്ല പിന്നെ ആരോടെ പറയണ്ടല്ലേ? പക്ഷെ അതല്ല പ്രയോറിറ്റി, അതല്ല കർത്താവ് തരുന്നേ. അതിലും 1000 മടങ്ങ് 10,000 മടങ്ങ് ഉള്ള അനുഗ്രഹങ്ങളാണ് അവൻ നമുക്ക് ക്രിസ്തുവിൽ നൽകി തന്നിരിക്കുന്നതെന്ന് അക്നോളജ് ചെയ്യാവോ? ഈ അപ്പമൊക്കെ നശിച്ചു പോകുന്ന കർത്താവിനെ പറയുന്നുണ്ട്. സോ പോയിന്റ് നമ്പർ 1, ദ ക്രൗഡ് ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. എന്ത് ചെയ്യാം? പുരുഷാരത്തിന് എന്ത് ചെയ്തു? അത് മനസ്സിലായില്ല. അതിന് നമുക്കുള്ള വാണിംഗ് എന്താ അറിയാവോ? നമ്മളും ഈ കൂട്ടത്തിലായി പോകരുത്, നമ്മൾ ലക്ഷ്യം തെറ്റിപ്പോകരുത്. ഞാനൊരു കാര്യം കൂടെ പറയാം, എന്നിട്ട് മുന്നോട്ട് പോകാം. ഇന്ന് പുൾപറ്റുകളിൽ പ്രസൻറ്റ് ചെയ്യുന്ന യേശു ഏത് യേശുവാ? ജസ്റ്റ് എ മിറക്കിൾ വർക്കർ. Yes, of course, I acknowledge the fact that he is a miracle worker. But that's not the purpose. യേശു ആഗ്രഹിക്കുന്ന അതല്ല. ഹല്ലേലൂയ. യേശു പറയുകയാണ്, they were just motivated by the earthly needs, superficial desires of food. ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടല്ലേ? അത്ഭുതം, രോഗശാന്തി, ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതാണോ കർത്താവ് വന്നേ? അല്ല, ഒരിക്കലുമല്ല. കാരണം ഇത് കർത്താവിനെ വിടാതെ തന്നെ കർത്താവിന് ചെയ്യാം, ദൈവത്തിന് ചെയ്യാം. ഡു നോട്ട് മിസ് ദ സൈൻ. അടയാളം മിസ് ചെയ്യരുത്. അവർക്ക് കർത്താവിനെ കുറിച്ച് അറിയണ്ടല്ലോ. കർത്താവ് പറയുന്നത്, നിങ്ങൾ അടയാളം കണ്ടുകൊണ്ടല്ല എൻ്റെ പിന്നാലെ വരുന്നത്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ വരുന്നത്. യു ആർ സീക്കിംഗ് ടെമ്പറൽ തിങ്സ്, താൽക്കാലികമായി. ഈ ആഹാരം ഇന്ന് കിട്ടി, നാളെ എന്ത് ചെയ്യണം? നാളെ പിന്നെ പോയി അധ്വാനിക്കണ്ടേ? അപ്പോൾ ഇന്ന് ആഹാരം കിട്ടി, നാളെ അധ്വാനിക്കണം. അതങ്ങോട്ട് ചേർത്തല്ലോ അവർക്ക്. അവർ താഴോട്ട് വരുമ്പോൾ അവർ പറയുന്നുണ്ട്, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. ദേ ആർ സീക്കിംഗ് ടെമ്പറൽ തിങ്സ്, ദേ ആർ സീക്കിംഗ് തിങ്സ് ഓഫ് ദിസ് വേൾഡ്. 27-ാമത്തെ വാക്യം. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കുവിൻ. ഓരോ വാക്കും എൻ്റെ പ്രിയമുള്ളവരെ അർത്ഥവത്താ. അപ്പം നിത്യജീവൻ്റെ ആഹാരത്തിനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ പ്രവർത്തിക്കണ്ടെന്ന് പറഞ്ഞതോ? അപ്പോൾ പ്രവർത്തിച്ച് നമുക്ക് നിത്യജീവൻ കിട്ടുമോ? അതാണോ അവിടെ പറയുന്നത്? എൻ്റെ പ്രിയമുള്ളവർ, അതല്ല അവിടെ പറയാം. എന്താണ് പ്രവൃത്തി എന്ന് അടുത്ത വാക്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒറ്റ വാക്ക് കയറി ഉപദേശം സ്ഥാപിക്കരുതെന്ന് പറയുന്നു. അതൊരു കോൺവെർസേഷൻ, അതിങ്ങനെ ഒരു സൈക്കിളാണ്. ഇറ്റ്സ് കണക്റ്റഡ്. നിത്യജീവൻ പ്രവർത്തിച്ച് നേടാമെന്നല്ല അവിടെ പറയുന്നത്. Jesus is saying that they are seeking that which is temporal and things of this world. യേശു കർത്താവ് അവരെ ശാസിക്കുന്നത് അവരുടെ ദൈവ രാജ്യത്തെ പറ്റിയുള്ള ഒരു പ്രാകൃത ചിന്തയാണ്.
ഒരു മെറ്റീരിയലിസ്റ്റിക് നോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡികമായ ഇതാ, അതായത് തിന്നുക, കുടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മെറ്റീരിയലിസ്റ്റിക് നോഷൻ അബൌട്ട് ദ കിങ്ഡം ഓഫ് ഗാഡ്. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതി സമാധാനവും പരിശുദ്ധ സന്തോഷം. ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്, എൻറ്റയർലി ഡിഫറെൻറ്റാ. പക്ഷേ ഇവർ സീക്കുന്ന എന്താ? മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രതീക്ഷയാണ്. ചോദ്യം, വൈ ആർ വി സീക്കിംഗ് ക്രൈസ്റ്റ്? ഈസ് ഇറ്റ് ഫോർ ക്രൈസ്റ്റ് ഹിംസെൽഫ്? യേശുവിനെ പിൻപറ്റുന്നു എന്ന് നാം പറയുന്നത് യേശുവിന് വേണ്ടി തന്നെയാണോ? അതോ യേശുവിൻ്റെ കരം, യേശുവിൻ്റെ അത്ഭുതം? കൊലോസ്യലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഏതാ ഉയരത്തിലുള്ളത്? ക്രിസ്തു. മിസ് ചെയ്യരുത്. ക്രിസ്തുവിനെ അന്വേഷിക്കുക. അതാ പൗലോസ് ചെയ്തത്. ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് വന്നപ്പോൾ പൗലോസ് പറയുക, I want to know him more. ഇത്ര നാളും അറിഞ്ഞില്ലേ? ഇതൊക്കെ പോരെ? No, I want to know him more. Seek Christ. ക്രിസ്തുവിനെ അന്വേഷിക്കുക. എങ്ങനെ അന്വേഷിക്കാം? പ്രിയമുള്ളവരെ, ബാക്കിയെല്ലാം മാറിപ്പോകുന്നതാ. നിലനിൽക്കുന്നത് ക്രിസ്തു മാത്രമാ. അവൻ തരുന്ന നിത്യജീവൻ മാത്രമാ. അതാകട്ടെ നമ്മുടെ അന്വേഷണം. നാം ആത്മീക ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നിന്നെ കാണണം. ഇവിടെ നിൽക്കുന്ന ആരെയുമല്ല. They should receive you more. നിന്നെ കിട്ടണം, നിന്നെ കിട്ടണം. Jesus rebuked them. നശിച്ചു പോകുന്ന ആഹാരം. 2, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. നശിച്ചു പോകുന്ന ആഹാരവും നശ്വരമാണ്, അല്ലേ? ജീവിതം നശ്വരമാണ്. പക്ഷെ നിത്യജീവിക്ക് നിലനിൽക്കുന്ന ആഹാരം അതാരാ? അത് അനശ്വരനാ. ഹീസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്, ജീസസ് ഹിംസെൽഫ്. ആഹാരം. അവരുടെ കർത്താവ് പറഞ്ഞ, I am the living bread. He is the eternal and he provides eternal life. ചോദ്യം, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? നോ. പക്ഷേ അവിടെ എന്താ പ്രവർത്തിക്കാൻ പറ്റുന്നതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഡു നോട്ട് വർക്ക് ഫോർ ദ എർത്ത് ഡു നോട്ട് ലേബർ ഫോർ ദ എർത്ത്ലി ഫുഡ് എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചു, ജോലിയൊന്നും ചെയ്യണ്ട ഇല്ലയോ, ഇങ്ങനെ വന്നാൽ മതിയല്ലയോ, പ്രാർത്ഥനയ്ക്കും കൂട്ടത്തിനൊക്കെ വന്നിങ്ങനെ ഇരുന്നാൽ മതിയോ? കർത്താവ് അതല്ല പറഞ്ഞു. ജീസസ് ഡിഡ്ന്റ് സേ ദാറ്റ് ഡോണ്ട് വർക്ക്. അവരുടെ ലൈവ്ലിഹുഡിന് അവർ വർക്ക് ചെയ്താൽ പറ്റുള്ളൂ. But Jesus said, the work that you do doesn't have any meaning unless it brings eternal life. നിങ്ങൾ ശ്രമിക്കുന്ന ഈ ശ്രമങ്ങൾ നിത്യജീവനിലേക്ക് നിങ്ങളെ നയിച്ചില്ലെങ്കിൽ ഒരർത്ഥമില്ല. റിലീജിയസ് ആയിട്ടുള്ള എന്ത് ചടങ്ങ് കാണിച്ചാലും, പ്രിയമുള്ളവരെ, ഞാൻ ഇതിനകത്ത് ജനിച്ച് വളർത്തപ്പെട്ട ഒരാളാണ്. ചടങ്ങ് കൊണ്ട് ഒരർത്ഥമില്ല. Unless and until you receive Christ. ക്രിസ്തുവിനെ കിട്ടിയില്ലെങ്കിൽ യു ആർ ജസ്റ്റ് വേസ്റ്റിംഗ് യുവർ ടൈം ആൻഡ് ലൈഫ്. ക്രിസ്തുവിനെ കിട്ടിയോ? വേറെ ഒന്നും കിട്ടിയില്ല, ഒരു കുഴപ്പമില്ല. Seek Christ and the life that is being given by the Father through him. ക്രിസ്തുവിനെ അന്വേഷിക്കുക, അവരിലൂടെ പിതാവ് നൽകുന്ന നിത്യജീവനെ അന്വേഷിക്കുക. Seek Christ. അപ്പോൾ അവർ പറയുകയാണേ, നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനിൽ കടക്കാൻ സാധിക്കത്തില്ല. പക്ഷെ എന്താണ് പ്രവൃത്തി എന്ന് താഴെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അവർക്ക് എന്ത് ചെയ്തില്ല? നമ്മുടെ നാട്ടുഭാഷ പറഞ്ഞാൽ അവർക്ക് ക്ലിക്ക് ചെയ്തില്ല, അവർക്ക് കിട്ടിയില്ല. They didn't get it. വാക്യം 28 പറയുന്നേ, അവൻ അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? അപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രവർത്തിച്ചാൽ നിത്യജീവനിൽ കിടക്കാം. അങ്ങനെ പറഞ്ഞേക്കുന്നേ. അപ്പോൾ അവർ ചോദിക്കുക, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താ? ഈ ചോദ്യം ചോദിച്ചാൽ 613 കൽപ്പന കൊടുത്തിട്ടുണ്ട് പഴയ നിയമത്തിൽ. ഇതെല്ലാം ചെയ്തിട്ട് ഇനി എന്തോ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെ ഉണ്ട്, അല്ലേ? ഇവിടെ നേരത്തെ 613 കൊടുത്തു, അതെല്ലാം ചെയ്തിട്ടാണ് വന്ന് ചോദിച്ചത് ഇനി എന്തോ ചെയ്യേണ്ടത്? 614-ാമത്തേതായിട്ട്
പ്രമാണം ഒന്നുപോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ചോദിക്കോ എന്തോ പ്രവർത്തിക്കണം. കർത്താവ് പറയുക, പറഞ്ഞു. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിൽ ഉടനീളമുള്ള തീമാണ്. പഴയ നിയമത്തിൽ ദൈവസേനയിൽ ആർക്കെങ്കിലും നീതിയിരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വാസത്താൽ മാത്രം. അത് പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ ഉദാഹരണം, പുതിയ നിയമത്തിൽ ഭക്തന്മാരുടെ ഉദാഹരണങ്ങളല്ല. അത് തന്നെയാണ്. നാമം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഏതാണെന്നറിയാമോ? കർത്താവ് പറയുക, അവൻ അയച്ചവനിൽ വിശ്വസിക്കുക. ആ പ്രസാദമുള്ള പ്രവൃത്തി. അപ്പോൾ എന്ത് ചെയ്തു? ദ ക്രൗഡ് ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. അവർക്ക് മനസ്സിലായില്ല. പ്രിയമുള്ളവരെ, ഈ ക്രൗഡിനകത്തെ ഒരാളായി നമ്മൾ മാറരുതായിരുന്നു അല്ലേ? നമ്മളെ ആരെങ്കിലും ഇടിച്ചിട്ട് വിശ്വസിപ്പിച്ചാണോ? അങ്ങനെ ആർക്കെങ്കിലും വിശ്വസിപ്പിക്കാൻ പറ്റുമോ? മരിച്ചവരായിരുന്നു നമുക്കുള്ളിൽ വിശ്വാസം ദാനമായി നൽകി തന്നത് എന്തുകൊണ്ടാണ്? എഫെസ്യർ 2:8-9 കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരുന്നു, നിങ്ങൾ കാരണമല്ല, പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ഹല്ലേലൂയ! ആരും പ്രശംസിക്കാതിരിപ്പാൻ, പ്രവൃത്തികൾ കാരണമല്ല, ദാനമത്രയാകുന്നു. I could have been just one of that Jew. ആ യഹൂദനിൽ ഒരാളാകാമായിരുന്നു ഞാൻ. ഇത്ര അടയാളം ചെയ്തിട്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും they didn't get it. അവർക്ക് മനസ്സിലായില്ല. അപ്പോൾ അവർ ചോദിക്കുന്നത് വീണ്ടും കഴിഞ്ഞ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു അടയാളം ചെയ്യാമെന്ന് അന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുന്നറിയാവോ? ഇപ്പോൾ പറയാം, അവർ അവനോട് ഞങ്ങൾ നിന്നെ കണ്ട് വിശ്വസിക്കണം, നീ എന്ത് അടയാളം ചെയ്തു? പിന്നെയും ചോദിക്കുന്നത് എന്താ? ഈ കാര്യം 5 കാണിച്ചു, അല്ല ഈ 5 അടയാളം കാണിച്ചതോ? അത് പറ്റത്തില്ല, ഇനിയും വേണം. എന്താ അറിയാമോ? ഈ അപ്പത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, താഴോട്ട് വായിക്കാം. ഞങ്ങളുടെ പിതാക്കന്മാർ എന്താ? മന്ന തിന്നു. എന്നിട്ട് ആ ആ ആ യേശു കാണിച്ച അടയാളം ഇവർ കണ്ടതാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ 20,000 പേരെ പോഷിപ്പിച്ചിട്ടുള്ളൂ. മോശ പോഷിപ്പിച്ച് എത്ര പേരെയാ? ലക്ഷമൊന്നുമല്ല, 2.5 million to 3 million people. ഇത്ര വ്യത്യാസമുണ്ടെന്ന് നോക്കി. അത് ഒരു ദിവസമൊന്നുമല്ല, ഇത് 8 ദിവസമല്ലേ ഉള്ളൂ. സോ നമുക്കൊരു ഡീല് എന്ത് ചെയ്യാം? പലരും നമ്മൾ തീരുമാനം എടുക്കത്തില്ലേ, കർത്താവേ ഇന്നത് ചെയ്താൽ ഞാൻ വേലയ്ക്ക് സമർപ്പിക്കാം. അങ്ങനത്തെ വേല വേണ്ട, അങ്ങനത്തെ വേല വേണ്ട. യാക്കോബ് ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ ഈ നിൽക്കുന്ന ധൂപം ഞാൻ സഭാഹോളാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞേക്കുന്നു. ഇവിടെ ഞാൻ എണ്ണ ഒഴിച്ച് കത്തിച്ച ഈ സംഭവം എന്താണ്? അങ്ങനെ ദൈവവുമായിട്ടൊന്നും ബാർഗൻ ചെയ്ത് ഒന്നും ചെയ്യണ്ട. ഇവർ പറയുക 20,000 അത്ഭുതം നടന്നുള്ളൂ. ഒരു കാര്യം ചെയ്യാം, മോശ ഞങ്ങളുടെ പിതാവേ മോശ അത്ഭുതം ചെയ്ത് എന്താണെന്ന് അറിയാമോ? 3 million ആൾക്കാർ 40 വർഷം കൊടുത്തു. കർത്താവ് പറയാ, അതെ മോശയൊന്നുമല്ല അവർക്ക് അത്ഭുതം കൊടുത്തത്, എൻ്റെ പിതാവാ. Again, John is presenting Jesus as divine. ഡിവിനിറ്റിയാ പ്രസന്റ് ചെയ്യുന്നത്. എൻ്റെ പിതാവാ കൊടുത്തേ. ഇങ്ങനൊന്നും അല്ല കർത്താവ് പറഞ്ഞ കേട്ടോ, ഇങ്ങനൊന്നുമല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലായേനെ. ഇല്ല, അവരുടെ മനസ്സ് തടിച്ചിരിക്കുക. ഇന്നും ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാത്തവരുണ്ടല്ലോ. ഇത്രയും തൊണ്ട കീറി കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി ചൂടുവെള്ളം കുടിക്കണ്ടേ ഞാൻ, എന്നിട്ട് മനസ്സിലാവുന്നുണ്ടോ? The manna God gave them was temporal. ആ മാന എന്തോ ചെയ്തു? ആ മാന പുഴുത്തു പോയെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഇട്ടുകൊടുത്തതാ. അത് ടെമ്പറലാ. മാനായും കാടപ്പക്ഷിയും അല്ല നമ്മളുടെ നോട്ടം, സ്വർഗത്തിൽ നിന്ന് കൊടുത്തെന്നൊക്കെയാ പറയുന്നത്. ഇതല്ല പ്രിയമുള്ളവരെ നമ്മുടെ നോട്ടം. നിലനിൽക്കുന്ന ആഹാരം, കർത്താവ് പറഞ്ഞു നിലനിൽക്കുന്ന ആഹാരം, അതാ നമ്മുടെ നോട്ടം. ഇതെല്ലാം ഒരു ഷാഡോവായിരുന്നു. 40 വർഷം അവർ നടത്തിയ ഒരു ഷാഡോ, ഒരു നിഴൽ മാത്രം. അതെന്താ കാണിക്കുന്ന അറിയാവോ?
നിലനിൽക്കുന്ന ആഹാരം, ദ ട്രൂ ബ്രെഡ് ഓഫ് ലൈഫ് ഈസ് ജീസസ് ഹിംസെൽഫ്. 34 വാക്യത്തിൽ അവൻ അവരോട്, കർത്താവേ, ആണ്ടോ എപ്പോഴും ഈ അപ്പം വേണം. കർത്താവ് പറഞ്ഞ അപ്പം, ഇവർ പറഞ്ഞ അപ്പം രണ്ടാ കേട്ടോ. അവർ മിസ്സസ് ബേഡ്സിൻ്റെ കാര്യമായി പറയുന്നേ. ഏതാ ഇവിടുത്തെ സാറാലിയുടെ അപ്പത്തിൻ്റെ കാര്യമായി പറയണേ, ബ്രെഡിൻ്റെ കാര്യം അവർ പറയുന്നേ. കർത്താവ് പറഞ്ഞ ഈ അപ്പം ഞാൻ, അടുത്ത 35 വാക്യത്തിൽ പറയാ, നിങ്ങൾ അന്വേഷിക്കുന്ന അപ്പമല്ല ഞാനാണ് ഈ അപ്പം. നീയാണോ അപ്പം? അതാ അവൻ്റെ റെസ്പോൺസ്. കിട്ടി. They didn't get it. യേശു അവിടെ അത് പറഞ്ഞെങ്കിൽ അത് നമ്മൾക്ക് മനസ്സിലാകണം. വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അവർക്ക് മനസ്സിലായല്ലോ, ഓക്കെ, അവരൊക്കെ വിട്ടുകളാ. ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ജീസസ് ഈസ് ദ ലിവിങ് ബ്രെഡ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ, നാം ആരെ അന്വേഷിക്കുന്നേ? ഇവരന്വേഷിക്കുന്ന പോലെ ബ്രെഡാണോ അന്വേഷിക്കുന്നേ? നിലനിൽക്കുന്ന ആഹാരം. വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ജീസസ്. പെട്ടെന്ന് ഞാൻ നിർത്താം. ഇവിടെ ഒരുപാട് ഭാഗങ്ങൾ ചിന്തിക്കാനുണ്ട്, പക്ഷേ നമുക്ക് പിന്നീടെങ്ങാനും ചിന്തിക്കാം. ഒന്ന്, എ റെവലേഷൻ ഓഫ് ഹു ക്രൈസ്റ്റ് ഈസ്. ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട്. 2, എ റെവലേഷൻ ഓഫ് വാട്ട് ക്രൈസ്റ്റ് ഓഫേഴ്സ്. ക്രിസ്തു എന്താണ് ഓഫർ ചെയ്യുന്നത്? ക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട്, അവിടുന്ന് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്. ഞാൻ വേറൊരു കാര്യത്തോട് പറയാം. ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭയങ്കര സംഭവമാണ് ഇങ്ങനെ. നോ, ഇത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റിയിൽ ഈ ഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ആഴത്തിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഇറ്റ്സ് ജസ്റ്റ് എ ഗ്ലിംസ്, ഓക്കെ. ഇതൊരു പെരിഫറലായിട്ടുള്ള കാര്യമാണ്. ഇതിൽ ആഴമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 6-ാം അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സോ എ റെവലേഷൻ ഓഫ് ഹൂ ക്രൈസ്റ്റ് ഈസ്. ടെംപ്റ്റേഷനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. കർത്താവ് പറയാണ്, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. 35-ാം വാക്യം. ജീസസ് ഈസ് സേയിങ് ദാറ്റ് those who come to him will find enough in him to satisfy their spiritual hunger forever. അല്ലേ? തൻ്റെ അരികിലേക്ക് വരുന്ന ഓരോരുത്തനും, ഇനി അരികിലേക്ക് ആർക്ക് വരാമെന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഓരോ വാക്യവും ചിന്തിക്കേണ്ടതാണ്. പിതാവ് തന്നവരെ വരത്തുള്ളൂ. എല്ലാവനും വരാൻ കഴിയത്തില്ല. വന്നവനൊക്കെ വെറുതെ തിരിച്ചു പോയിട്ടുമുണ്ട്. എന്നാൽ പിതാവ് കൊടുത്തവർക്ക് അവൻ നിത്യജീവൻ കൊടുക്കുന്നെന്നാ പറഞ്ഞേ. അവിടെ നമ്മുടെക്കുള്ള ചിന്ത എന്താ? പിതാവ് കൊടുത്തവരിൽ ഞാനും നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഒരു സന്തോഷമില്ല. പിതാവ് അനാദിയിൽ തെരഞ്ഞെടുത്തവർ. ഇവിടെ ഈ 6-ാം അധ്യായം, അവിടെ ഞാൻ പറയാം 6-ാം അധ്യായം നിങ്ങൾ പോയി തീർച്ചയായിട്ടും വായിക്കണം. നിങ്ങളുടെ കണ്ണ് തുറക്കും. ഇവിടെ ഇപ്പോൾ കണ്ണ് തുറന്നിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, കണ്ണ് വീണ്ടും തുറക്കും, ഒന്നുകൂടെ തുറക്കും. കൂടുതൽ ആഴത്തിൽ കർത്താവിനെ മനസ്സിലാകാം. എങ്ങനെയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് നമുക്കവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആകർഷണ വലയത്തിൽ ഭാഗ്യവശാൽ ഞാനും നിങ്ങളും പെട്ടതുകൊണ്ട് പിതാവ് പുത്രനെ കൊടുത്തവരിൽ, പുത്രൻ പറയാ, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ആമേൻ, 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 ആമേൻ. കർത്താവ് എന്താ പറഞ്ഞറിയാം? ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ അരികിൽ വരുന്ന ഓരോരുത്തർക്കും അവനെ എന്നേക്കുമായി അവൻ്റെ ആത്മീക വിശപ്പിന് അറുതി വരുത്താൻ ഞാൻ മതിയായവനാ. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ദാറ്റ് മീൻസ് ഹി ഈസ് ദ സോഴ്സ് ഓഫ് ദെയർ സ്പിരിച്വൽ ലൈഫ്. അതായത് ഇങ്ങനൊരു അനാലജി, എപ്രകാരം ഈ ഭൗതിക ഭക്ഷണം നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമാണോ അപ്രകാരം തന്നെ എനിക്കും നിങ്ങൾക്കും ക്രിസ്തു ഒരനക്കുമില്ല. മനസ്സിലായോ? ഭൗതിക ഭക്ഷണം നമുക്ക് കഴിച്ചാൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ കഴിക്കുന്നത് പറയും. അതോ കഴിക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്? അല്ല, ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് നാം കഴിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവും നമുക്കതുപോലെയാണ്. നമുക്ക് നിത്യജീവനാണ് അവൻ. അതുകൊണ്ടാണ് പറയുന്നത് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാനാണ് അപ്പം. അല്ല, ഞാൻ അപ്പം തരാമെന്നല്ല പറഞ്ഞത്. He didn't say that I will give you the bread of life. He said I am the bread of life.
ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. എത്ര ആഴമേറിയ ഒരു വചനമാണ്. ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയാൻ യോഗ്യതയുള്ളവൻ അവൻ മാത്രമല്ലേ. അതായത് ക്രൗഡിന് അന്നും ഇന്നും നശിച്ചു പോകുന്ന ആഹാരത്തോടാണ് പ്രിയം. ഈ ഐ ആം എന്ന് കർത്താവ് ഇവിടെ പറയുമ്പോൾ ആരായി പറഞ്ഞെന്ന് വീണ്ടും യോഹന്നാൻ വെളിപ്പെടുത്തുക. പഴയ നിയമത്തിൽ മോശയോട് യഹോവയായ ദൈവം പറഞ്ഞതാ, ഐ ആം ഹൂ ഐ ആം. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുക 7 പ്രാവശ്യം ഐ ആം, ഞാനാകും. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറഞ്ഞ പദം പുതിയ നിയമത്തിൽ മനുഷ്യൻ മാത്രമാണ് യേശുവെങ്കിൽ അത് പറഞ്ഞാൽ അത് ദൈവം നിന്നേ ആകത്തില്ലേ. സോ ഹീ ഈസ് നോട്ട് ഓൺലി ട്രൂലി എ മാൻ, ഹീ ഈസ് ട്രൂലി എ ഗോഡ്. He is not only truly man but also truly God. യേശു ഒരു മനുഷ്യൻ മാത്രമാണെങ്കിൽ ഒരു മനുഷ്യനും അവൻ്റെ തന്നെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല. പിന്നീടല്ലേ മറ്റുള്ളവൻ്റെ ആത്മീക വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ. So the revelation of who Jesus is, he is the bread of life, God himself. അവൻ ജീവന്റെ അപ്പമാണ്, ദൈവം തന്നെയാണ്. അടുത്തത് a revelation of what he offers. പിതാവ് പുത്രന് കൊടുക്കുന്നവർക്ക് പുത്രൻ എന്താണ് കൊടുക്കുന്നത്? പിതാവ് പുത്രന് കൊടുക്കുന്നുവെന്ന് ഈ 22 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 37, 39, 44. അത് വായിക്കണം, ഇപ്പോൾ വായിക്കണ്ട. ഇനിയും 22 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ, 37 വാക്യങ്ങളിൽ 9 പ്രാവശ്യം യേശു കർത്താവ് പറയുക. ഈ ഒരു ചെറിയ പാസേജിനകത്ത് 9 പ്രാവശ്യം യേശു കർത്താവ് പറയുക വാട്ട് ഹി ഓഫേഴ്സ്. എന്താണെന്നറിയാമോ? വേറെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. ഈ റെവലേഷൻ വെളിപ്പാട് നമുക്ക് കിട്ടണം. വാട്ട് ജീസസ് ആക്ച്വലി ഓഫേഴ്സ് ഈസ് ഇറ്റേണൽ ലൈഫ്. 37 വാക്യങ്ങളിൽ കർത്താവ് പറയുക. 37 വാക്യങ്ങളിൽ 9 പ്രാവശ്യം കർത്താവ് പറയുക. 27, 40, 47, 48, 50, 51, 53, 54, 57 എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം പറയുക, എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ എന്തോ കൊടുക്കും. വാട്ട് ഈസ് ഇറ്റേണൽ ലൈഫ്? അത് തന്നെ ഒരു മെസ്സേജായിട്ട് പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. യോഹന്നാൻ 17 മുതൽ തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നെ വിളിക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ. എന്താണെന്നറിയാം തന്നെ വിളിക്കുന്നത്? ദൈവമായ നിന്നെയും. ഇതാരാ പറയുന്നത്? യേശു ക്രിസ്തു എന്ന് തന്നെത്താൻ പ്രസ്താവിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ മശിഹ ദൈവമാ. അപ്പോൾ കർത്താവ് തന്നെ ദൈവം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. പ്രാർത്ഥനയിൽ കർത്താവ് പറയുകയാണ്, ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും എന്ന് കർത്താവ് തന്നെ പ്രാർത്ഥനയിൽ പിതാവിനോട് പറയാം. ഇതിക്കുള്ള തെളിവാണോ? അറിയുന്നത് തന്നെ. കർത്താവ് എന്താ ഓഫർ ചെയ്യുന്നേ? അത് സമ്മതിച്ചു. പക്ഷെ ഇവിടെ പറഞ്ഞ എന്താ നിത്യജീവൻ? അപ്പൊ എന്താ ഓഫർ ചെയ്യുന്നേ? ക്രിസ്തുവിനെ തന്നെ. What Jesus offers is himself. ക്രിസ്തുവിനെ തന്നെ. യേശു ക്രിസ്തു എന്താണ് ഓഫർ ചെയ്യുന്നത്? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അവനെ അറിയുക, അവനെ തന്നെയാണ് ഓഫർ ചെയ്യുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, those who come to me. എങ്ങനെ വരാം? പിതാവ് കൊടുക്കണം. പിതാവ് കൊടുത്തവരിൽ കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ, മക്കളെ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നതാണ് നിത്യജീവൻ. ദാറ്റ് മീൻസ് ഹി ഓഫേഴ്സ് ഹിംസെൽഫ്. യോഹന്നാൻ 1:4 യോഹന്നാൻ സുവിശേഷം 1:4 അവനിൽ ജീവനുണ്ടായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു. ഇനിയും 1 യോഹന്നാൻ 5:11-12 ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാ. മറ്റൊരു സമയത്ത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. 1 യോഹന്നാൻ 5:11-12. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ടായിരുന്നു തന്നെ. അടുത്ത വാക്യം, പുത്രനുള്ളവന് ജീവനുണ്ട്. അപ്പം പുത്രൻ എവിടെ ഉണ്ട്? നമ്മിലുണ്ട്.
പുത്രനിൽ എന്തോ ഉണ്ട്? ജീവനുണ്ട്. യോഹന്നാൻ 1:4 അവനിൽ ജീവനുണ്ടായിരുന്നു. നമ്മിൽ ആരുണ്ട്? ക്രിസ്തു ഉണ്ട്. ആ ബോധ്യമുണ്ട്. ക്രിസ്തു എന്താ ഓഫർ ചെയ്യുന്നേ? തന്നെ ഓഫർ ചെയ്യുന്നേ. ആ ജീവൻ നമ്മിലുണ്ടെങ്കിൽ ആ ജീവൻ നൽകുവാൻ തക്കവണ്ണം പിതാവ് എന്താ ചെയ്തേ? തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച സ്നേഹം അതെത്രയോ വലിയ സ്നേഹം. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച സ്നേഹം എത്രയോ വലിയ സ്നേഹമാണ്. ആ സ്നേഹത്തെ ഓർത്തൊരു ഗാനം പാടി ഞാൻ ഈ മെസ്സേജ് തീർത്തിട്ടില്ല. ദൈവം അനുവദിച്ചാൽ ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ ഇറ്റ് ലൈക്ക് പിന്നെ ആദ്യം തൊട്ട് പറയേണ്ടി വരും. പക്ഷേ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ വിഷയമായതുകൊണ്ട് മറ്റൊരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. Christ offers himself. യേശു തന്നെത്താൻ നമുക്ക് വേണ്ടി സമർപ്പിതനായി. ദൈവത്തിന്റെ സ്നേഹം നാം കാണുന്നത് ക്രൂശിലാണ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയില്ല. ദൈവത്തിന് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഒരു ഗാനം പാടി കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കണ്ണടയ്ക്കാം. ധ്യാനത്തോടെ ഈ ഗാനം പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം, മുകളിലേറും അതിനുയരം. ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം, മുകളിലേറും അതിനുയരം. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. അമ്മ മറന്നാലും മറന്നിടാത്ത അനുഭവ സ്നേഹം, അതുല്യ സ്നേഹം. അമ്മ മറന്നാലും മറന്നിടാത്ത അനുഭവ സ്നേഹം, അതുല്യ സ്നേഹം. ഓ അനുദിനമേകി അവനിലെന്നെ അനുഗ്രഹിച്ചിടും അവന്റെ സ്നേഹം. അവനിലമേകി അവനിലെന്നെ അനുഗ്രഹിച്ചിടും അവന്റെ സ്നേഹം. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല. ഓ സ്വന്തം പുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു വരൻ. സ്വന്തം പുത്രനെയും ബലി തരുവാൻ എന്തു സ്നേഹമെന്നിൽ ചൊരിഞ്ഞു വരൻ. ഓ അന്തമില്ല കാലം സ്തുതി പാടിയാലും തിരുകൃപയ്ക്കതു ബദലാമോ. അന്തമില്ല കാലം സ്തുതി പാടിയാലും തിരുകൃപയ്ക്കതു ബദലാമോ. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. ദൈവസ്നേഹം ചൊൽവാനാവില്ല എനിക്ക്, വർണ്ണിച്ചതു തീർപ്പാനാവില്ല എനിക്ക്. ഓ ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിനുയരം. ഓ ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവേ ഒന്ന് സ്തുതിക്കാം. അവന്റെ സ്നേഹം ആഴിയിലും ആഴമാണ്, കുന്നുകളിൽ ഉയരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം, കുന്നുകളിലേറും അതിലോ. ആഴിയിലും ആഴം ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. We praise you, Lord. Hallelujah, 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 hallelujah. Thank you, Lord. We worship you, Lord. അങ്ങയുടെ സ്നേഹം എത്രയോ വലിയതാണ്. ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ രാവിലെ ഞങ്ങളെ സഹായിക്കണമേ.
Hallelujah. We praise you. We thank you, Lord. We worship you, Lord. ഞങ്ങളെ ആരാധിക്കുകയും നമസ്കരിക്കുന്നു. നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങ് ഉയർന്നിരിക്കുന്ന ശാശ്വതവാസി, അങ്ങേപ്പോലെ മറ്റൊരു ദൈവമില്ല. സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം എത്രയോ വലിയതാണ്, വലിയതാണ്, വലിയതാണ്. Hallelujah. We praise you, Lord. The love of God, the love of God, how high it is, how depth it is, how wide it is. We cannot comprehend. Look at the cross there where you see the love of God, how high it is, how depth it is, how